കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 4th EK മദ്രസ തജ്വീദിൻ്റെ വാർഷിക ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ആക്ടിവിറ്റി ശരിയും തെറ്റും അടയാളപ്പെടുത്താം. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ ഓതുന്നവരും ഓതുന്ന സ്ഥലവും അനുഗ്രഹീതമാണ്. ശരി. രണ്ടാമത്തെ ചോദ്യം, സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ 3 ആകുന്നു. ശരി. മൂന്നാമത്തെ ചോദ്യം, അലിഫ്, വാവ്, യാ ഇവ ലീനിൻ്റെ ഹർഫുകളാണ്. തെറ്റ്. നാലാമത്തെ ചോദ്യം, മദ് ഫർഇ 5 വിധമാണ്. ശരി. അഞ്ചാമത്തെ ചോദ്യം, മുത്തസുലായ മദ്ദിന് ഒരു അലിഫിൻ്റെ ഖദറിനേക്കാൾ നീട്ടൽ വാജിബാണ്. ശരി. ആറാമത്തെ ചോദ്യം, ലാസിം കലിമയ്യ മുഖഫഫായ മദ് സൂറത്ത് യൂസുഫിൽ 2 തവണ വന്നിട്ടുണ്ട്. തെറ്റ്. സെക്കൻഡ് ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം. ഒന്നാമത്തെ ചോദ്യം, ലാസിം ഹറഫിയ്യ മുസഖല് ത്വാ സീം മീം. രണ്ടാമത്തെ ചോദ്യം, അൽ മദ്ദുൽ ആരിള് അർ റഹ്മാനിർ റഹീം. മൂന്നാമത്തെ ചോദ്യം, അൽ മദ്ദുൽ ലീൻ ലക്കും ഫീഹ ഖൈർ. നാലാമത്തെ ചോദ്യം, തർഖീഖു റാഇ മിൻ ശർരി മാ ഖലഖ്. അഞ്ചാമത്തെ ചോദ്യം, അൽ മദ്ദുൽ മുത്തസിൽ അമ്മ യതസാഅലൂൻ. ആറാമത്തെ ചോദ്യം, ഇദ്ഗാം മുത്തമാസിലൈനി ഇളരിബ് ബിഅസ്വാക. മൂന്നാമത്തെ ആക്ടിവിറ്റി ചില അക്ഷരങ്ങൾക്ക് ശംസിയായ അക്ഷരമെന്ന് പറയുന്നു. കാരണമെന്ത്? ചില അക്ഷരങ്ങളുടെ കൂടെ അതിൻ്റെ മുൻപ് വന്ന ലാമിനെ കാണുകയില്ല. അതാണ് ഇവകൾക്ക് ശംസിയ എന്ന് പറയാൻ കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹുറൂഫുൽ ഖമരിയ എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? ഹംസ, ബാ, ഗൈന്, ഹാ, ജീം, കാഫ്, വാവ്, ഹാ, ഫാ, ഐന്, വാഫ്, യാ, മീം, ഹാ. ഇത്രയും അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഖമരിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, ലാമുൽ ജലാലത്ത് എന്ന് പറയുന്നത് ഏതിന്? അല്ലാഹു എന്ന ഇസ്മിലുള്ള ലാമിനാണ് ലാമുൽ ജലാലത്ത് എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, ഇമാലത്ത് എന്നാൽ എന്ത്? ഇമാലത്ത് എന്നാൽ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. അഞ്ചാമത്തെ ചോദ്യം, റായിനെ തർക്കീമാക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. റായിനെ തർക്കീക്കാക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് 2 എണ്ണം. ഒന്നാമത്തത്, റായിന് സുക്കൂനും റായിൻ്റെ മുൻപ് അസ്ലിയായ കസ്ർ വരികയും റായിൻ്റെ ശേഷം ഇസ്തിഅലായിൻ്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യുക. രണ്ടാമത്തത്, സുക്കൂനുള്ള റായിൻ്റെ മുൻപ് സുക്കൂനായ യാ വരിക. ലാമുൽ ജലാലത്തിന് തഫ്ഖീമാക്കേണ്ട 2 ഉദാഹരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത്തത് സുബ്ഹാനല്ലാഹ്. നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം, തഫ്ഖീം വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് തഫ്ഖീം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, റായിനെ തഫ്ഖീമാക്കുന്ന സ്ഥലങ്ങളിൽ 1. റായിൻ്റെ ഹർക്കത്ത് ഫത്ഹോ ലമ്മോ ആവുക. മുത്തഖാരിബൈനി എന്ന് ഹർഫുകളെ പറയുന്നത് എപ്പോഴാണെന്നതിൻ്റെ ആൻസർ, മഹ്റജിൽ അടുപ്പമുള്ളതോ കൂടുതൽ സിഫത്തുകളിൽ യോജിപ്പുള്ളതോ ആയ ഹർഫുകളെയാണ് മുത്തഖാരിബൈനി എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, മദ്
ഫറഇയ്യ്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ കൂടുതൽ നീട്ടണം. അതിന് മദ് ഫറഇയ്യ് എന്നാണ് പറയുന്നത്. 5ാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കുക. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, ത്വിബ് സുമ്മസുൽ റഹിമ ഡാഷ് ലിഫ് ദാനിയം ദഅസുവലന്നിൻ ഡാഷ് ഷെരീഫൻ ലിൽ കറം. ത്വിബ് സുമ്മസുൽ റഹിമൻ തഫുസ് ലിഫ് ദാനിയം ദഅസുവലന്നിൻ സുർ ഷെരീഫൻ ലിൽ കറം.